നമസ്കാരം. മാമ്പഴം പത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. യുദ്ധം, യുഗ്മം, തുള്ളൽ കവിത, നായകൻ അഥവാ നായിക എന്നീ വിഷയങ്ങളിലാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മത്സരാർത്ഥികൾ മാറ്റുരച്ചത്. 12 പേരാണ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 6 പേർ മാമ്പഴം പത്തിന്റെ സമാപനോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ കടക്കും. പക്ഷെ അവർ ആരൊക്കെയാണ് എന്നറിയും. പിന്നെ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് 6 പേർ ഈ വേദിയോട് ഇന്ന് വിട പറയും. ഇത് ഒരു മത്സരമായതുകൊണ്ട് തന്നെ എത്ര സൗഹാർദ്ദപരമാണ് എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഇതൊരു മത്സരമായതുകൊണ്ട് ഇത് അനിവാര്യമായ ഒരു കാര്യമാണ്. സമാപനോത്സവത്തിലേക്ക് കടക്കുന്ന 6 പേർ ആരാണെന്നറിയാനും ഈ വേദിയോട് ഇന്ന് വിട പറയുന്ന 6 പേർ ആരാണെന്നറിയാനും ഞങ്ങളെ പോലെ നിങ്ങൾക്കും ആകാംക്ഷയുണ്ട് എന്നറിയാം. എല്ലാ പ്രേക്ഷകർക്കും മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. മാമ്പഴം പത്തിന്റെ സമാപനോത്സവത്തിൽ മാറ്റുരയ്ക്കുന്ന 6 പേർ ആരൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുറത്താവുന്നവരും. നമുക്കതിനു മുമ്പായി നായകൻ അഥവാ നായിക എന്ന വിഷയത്തിലെ മാർക്ക് കൂടി അറിയാനുണ്ട്. അതിനാൽ നമ്മുടെ പ്രിയങ്കരായ വിധികർത്താക്കളെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, മുരുകൻ കാട്ടാക്കട സർ. നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. നമ്മുടെ മാമ്പഴക്കൂട്ടത്തിന് വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനവും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ വിധികർത്താക്കൾ ലീലാകൃഷ്ണൻ സാറും മുരുകൻ സാറും ആ മാർക്ക് പറയാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിധികർത്താക്കൾ മാർക്ക് പറയുമ്പോൾ അത് കേൾക്കാൻ കൂടി ആരെങ്കിലും വേണ്ടേ? നമ്മുടെ 12 മത്സരാർത്ഥികളെയും സസന്തോഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ 12 മത്സരാർത്ഥികളും സെമി ഫൈനൽ മത്സരങ്ങളിൽ അതിമനോഹരമായി തന്നെ മാറ്റുരച്ചു എന്ന് നമ്മുടെ വിധികർത്താക്കൾ ഒത്തൊരുമയോടുകൂടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് നായകൻ അഥവാ നായിക എന്ന വിഷയത്തിലെ മാർക്ക് കൂടി നമുക്ക് അറിയാം. ഈ വിഷയത്തിലെ മാർക്ക് പറയുന്നതിനായി മുരുകൻ സാറിനെ ക്ഷണിക്കുന്നു. അപ്പോൾ അത് ഒരു കാര്യമുള്ളത്, ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ആസ്വദിക്കാം നന്നായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളിൽ നിന്ന് 6 പേരെ കണ്ടെത്തുകയും 6 പേരും ഞങ്ങളും മാറും. ഇപ്പോൾ ബാക്കി ഇനി അവശേഷിക്കുന്നത് ഇവിടെ 6 പേരാണ്. അങ്ങനെ അതിൽ നിന്നുള്ള ഈ 6 പേരെ കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അതിൽ നായകൻ അഥവാ നായിക എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച കാവ്യ ആലാപനം, ആ കാവ്യ ആലാപനം ത്തിന്റെ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ ആരൊക്കെ. കാരണം എല്ലാവരുടെയും മനസ്സിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് കിട്ടുന്ന മാർക്കുകളെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നതിന് മുമ്പ് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫലങ്ങൾ കേൾക്കാം അല്ലേ. നമുക്ക് എല്ലാവരും കൂടെ ഒരു പാട്ട് പാടിയാലോ? ഭക്തിരകാളിയും കറുപ്പസ്വാമിയും പെറ്റവർ
ആരൊക്കെ പുറത്തു പോവും, ആരൊക്കെ അകത്ത് കിടക്കും എന്നുള്ള ടെൻഷനെല്ലാം മാറ്റി വെച്ച് നമ്മളെല്ലാവരും ആഘോഷിച്ചു ശരിക്കും അല്ലേ. നല്ലൊരു നാടൻ പാട്ട് പാടി സൗമ്യയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഈ വേദി അങ്ങ് കൊഴുത്തു. അപ്പോൾ എന്തായാലും ഈ 12 മത്സരാർത്ഥികൾക്കും നമുക്ക് ഈ അവസരത്തിൽ നല്ലൊരു കൈയടി കൊടുക്കാം. നായകൻ അഥവാ നായിക എന്ന വിഷയത്തിലെ മാർക്ക് അറിയാം. അതിനായി ഞാൻ മുരുകൻ സാറിനെ ക്ഷണിക്കുകയാണ് ആ മാർക്ക് ഇപ്പോൾ പറയാൻ. മാർക്ക് ഞാൻ നേരിട്ട് പറയാൻ പോകുന്നു, കാരണം ഞങ്ങൾ ഇതിന്റെ കമന്റ് നേരത്തെ തന്നെ നിങ്ങളെ ഓരോ സമയത്തും പറഞ്ഞിരുന്നു. അഞ്ജന 100-നാണ്, മാർക്ക് 100-നാണ്. അഞ്ജന 98, ശാംഭവി 96, അനന്തലക്ഷ്മി 96, സൗമ്യ 90, കൃതിക 98, അനഘലക്ഷ്മി 98, ജിക്സൺ 92, സൂര്യ 97, പാർവതി 97, ഭവ്യ 98, ഗൗരി 92, സാന്ദ്ര 97. നായകൻ അഥവാ നായിക എന്ന വിഷയത്തിലെ മാർക്ക് കൂടി അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടിയാൽ അറിയാം ആരൊക്കെയാണ് മുന്നിലെന്നും. ഒരു ചെറിയ ഒരു അംശത്തിനാണെങ്കിൽ പോലും ഒരു പടി പുറകിൽ ഇന്ന് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ വേദിയോട് വിട പറയുന്നവരും ആരാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എങ്കിലും ഈ ഘട്ടത്തിലെ മത്സരങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്നതിനും ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനുമായി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും എന്നതുപോലെ സന്തോഷം കൊണ്ടും ദുഃഖം കൊണ്ടും സമ്മിശ്രമായ ഒരു മനസ്സോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദുഃഖം മറ്റൊന്നുമല്ല, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന 6 കുട്ടികൾ നമ്മുടെ ഒപ്പം ഇപ്പൊ ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. അതൊരു പ്രയാസമാണ്. എങ്കിലും ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ വളരെ ചെറിയ വ്യത്യാസത്തിനൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടാകും. സെമിഫൈനൽ നല്ല നിലവാരമുള്ള മത്സരമായിരുന്നു. വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഓരോ കുട്ടിയും വന്നത്. വളരെ ശ്രദ്ധിച്ചാണ് അവർ കവിത ആലപിച്ചത്. കഴിയുന്നത്ര സുന്ദരമാക്കാൻ എല്ലാ അർത്ഥത്തിലും, കവിത ചൊല്ലുന്നതിലും അതിൻ്റെ ആംഗ്യവിക്ഷേപങ്ങളിലും അഭിനയത്തിലും ആകെ അരങ്ങ് നിറച്ച് നിന്നിടത്ത് നിന്നാടി അരങ്ങ് നിറയുന്ന കല്ലുവഴിച്ചിട്ടയുടെ മെയ്യൊതുക്കം പോലെ, ലാവണ്യം പോലെ കവിത ചൊല്ലി ഒരു വല്ലാത്ത കളിയരങ്ങ് കുട്ടികളെല്ലാവരും സൃഷ്ടിച്ചു. ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും എല്ലാവരും അതിൽ ഒരുപോലെ മനോഹരമായിട്ട് പങ്കെടുത്തു. അതിൽ ചെറിയ വ്യതിയാനങ്ങൾ, കഴിഞ്ഞ തവണ നന്നായി ചൊല്ലിയ ചില കുട്ടികൾ ഇത്തവണ ചില ഉദാസീനത കൊണ്ടും കുറച്ചൊക്കെ അത്ര മതി എന്ന വിചാരം കൊണ്ടും എനിക്ക് തോന്നുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ആളുകൾ അത്രത്തോളം വന്നില്ല. അതൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. വേറെ ചിലർ അത്ഭുതകരമായ വിധത്തിൽ ഗൃഹപാഠം ചെയ്ത് തയ്യാറെടുപ്പോട് വന്ന് വളരെ മനസ്ഥൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനും മുരുകനും വളരെ വളരെ ശ്രദ്ധിച്ചും, വാസ്തവത്തിൽ പ്രയാസമുണ്ട്. ഇതിൽ ആരെങ്കിലും മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ 12 കുട്ടികളോടും ഒരേ സ്നേഹവികാരങ്ങളാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജയാപജയങ്ങൾ ഞങ്ങൾക്ക് കൂടി സങ്കടവും സന്തോഷവും. അപ്പോൾ വളരെ സ്വന്തം കഴുത്തിൽ കൈവച്ചതുപോലെ സ്വന്തം ഹൃദയത്തിൽ ഞെരുക്കി പിടിച്ചാണ് ഓരോ കുട്ടിയെയും ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്. അതിൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസമായിട്ട് നിങ്ങൾ ഇതിനെടുക്കരുത്. ഇനിയും നമുക്ക് ഇത്തരം ഉത്സവങ്ങൾ തുടർന്നു പോകണം. മാമ്പഴത്തിന്റെ വേദിയിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് പ്രാർത്ഥിക്കുന്നു. ഇനി മാമ്പഴം 10ന്റെ സമാപനോത്സവത്തിലേക്ക് കടക്കുന്ന 6 പ്രതിഭാശാലികൾ, 6 ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാം. കേറിയ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ സെമി ഫൈനലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് 391 മാർക്കാണ്. ആ 391 മാർക്ക് കിട്ടിയിരിക്കുന്നത് കൃതികയ്ക്കാണ്. രണ്ടാമത്തെ മാർക്ക് 390 390 മാർക്ക് കിട്ടിയിരിക്കുന്നത് ഭവ്യയ്ക്കാണ്.
ഒന്നാമത്തെ മാർക്ക് 388 4 പേർക്ക് ആ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ എത്രമാത്രം നെക്കന്നെക്കാണ് മത്സരമെന്ന്. ഒരു പേര് അനന്തലക്ഷ്മി, മറ്റൊരാൾ അനഘലക്ഷ്മി, വേറൊരാൾ സൂര്യ, ഇനി സാന്ദ്ര. ഇപ്പോൾ 6 പേരുകളായി. അതിന് തൊട്ടടുത്തുമൊക്കെ ആയിട്ടുള്ള മാർക്കുകാരാണ് ബാക്കി 6 പേർ. അവർ ഒരിക്കലും പുറത്താവുകയല്ല. അവർ ജീവിതത്തിന്റെ വിശാലമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ അവരെ ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടും ഇവരുടെയൊക്കെ പിന്തുണയോടും കൂടി പറഞ്ഞയക്കുകയാണ്. അകത്തായവർക്കും പുറത്തായവർക്കും ഒരുപോലെ. നമ്മുടെ സെമി ഫൈനൽ വേദിയിൽ നിന്നും നമ്മളോട് താൽക്കാലികമാണെങ്കിലും ഈ മാമ്പഴക്കാലത്തിൽ നിന്നും വിട പറയുന്ന സൗമ്യ, എല്ലാം കൊണ്ടും എപ്പോഴും വളരെ സൗമ്യമായിട്ട് തന്നെയാണ് സൗമ്യ എല്ലാവരോടും ഇടപഴകാറ്. ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ അടുത്തൊരു കൂട്ടുകാരി കൂടിയാണ്. അപ്പോൾ ഇത് പറയാൻ വലിയ വിഷമമുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ സൗമ്യ വളരെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിയായിരുന്നു, അല്ലേ സൗമ്യ? അപ്പോൾ സൗമ്യക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഈശ്വരനോട് നന്ദി പറയുന്നത്. ഇങ്ങനെ ഒരു സെമി ഫൈനലിൽ എത്താൻ കഴിഞ്ഞതിന് തന്നെ ഒരുപാട് ഭാഗ്യമുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മ, ചേച്ചി, പിന്നെ അനിയൻ, അതുപോലെ തന്നെ എന്നെ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജേന്ദ്ര മാഷാണ്. രാജൻ കരുവാറിൻ്റെ ഒരുപാട് കവിതകൾ സെലക്ട് ചെയ്ത് തരുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മാമനുണ്ട്. മാമന് ട്രൂപ്പ് നടത്തുകയാണ്. പിറന്ന മണ്ണ് എന്താണ് മാമൻ്റെ ട്രൂപ്പിൻ്റെ പേര്. അപ്പം അതിൽ ഞാനും ഒരംഗമാണ്. അപ്പം അതിൽ ഒരുപാട് നാടൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട് വേദികൾ അന്ന് പാട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ കയറിയത് കൊണ്ടാണ് പിന്നീട് ഞാൻ സ്റ്റേജ് ഒരു മറ്റുള്ളവർക്ക് വേദിയിൽ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയത് മാമേൻ്റെ ട്രൂപ്പിൽ നിന്നാണ്. ഞാൻ നളന്ദ കോളേജിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ പ്രഭാകരൻ മാഷ് ഒരുപാട് എനിക്ക് ഇവിടെ വരെ എത്താനുള്ള ക്യാഷൊക്കെ മാഷിരുന്ന് തന്നിരുന്നത്. അപ്പോൾ മാഷിനെ ഞാൻ ഒരുപാട് ഈ അവസരത്തിൽ, പിന്നെ എൻ്റെ കോളേജ് ഫിനിക്സ് കോളേജ് ഞാൻ അവിടെ പഠിപ്പിക്കുകയാണ്. ഹയർ സെക്കൻഡറിയിൽ +1 +2 കുട്ടികളെ അക്കൗണ്ടൻസി ബിസിനസ് ആണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്. ഇനി +1 ബാച്ചുകാരുണ്ട്. അപ്പോൾ അവർക്ക് ചെന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ക്ലാസ് എടുത്ത് കൊടുക്കണം. ഒത്തിരിയേറെ ഗുണങ്ങളാണ് എനിക്ക് ജീവിതത്തിലുണ്ടായത് മാമ്പഴത്തിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കവിതകൾ എടുത്തു തരുന്നത് എൻ്റെ +2 മലയാള അധ്യാപകനായ അഗസ്റ്റിൻ സാറാണ്. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറും എൻ്റെ സംഗീത അധ്യാപകൻ. ഈ കവിതകളെല്ലാം എല്ലാ ജഡ്ജസും നല്ല കമൻസാണ് പറഞ്ഞത്. കവിതയുടെ ട്യൂണെല്ലാം എനിക്ക് നല്ല രീതിയിൽ സംഗീതം ചെയ്തു തന്നത് എൻ്റെ സ്വന്തം മാഷാണ്, ശ്രീ തങ്കച്ചൻ ബാല. സാർ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന് വലിയൊരു നന്ദി പറയുന്നു. ഇനി മാമ്പഴം 10 ഈ സെമി ഫൈനൽ വേദിയിൽ നിന്നും വിട പറയുന്നവർക്ക് നമ്മുടെ പ്രശസ്തി പത്രവും ഉപഹാരവും നൽകുന്ന ഒരു കർമ്മമാണ്. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി മുരുകൻ സാറിനെ ക്ഷണിക്കുന്നു. നിങ്ങളൊക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ നിസ്സാരമാണ്. പക്ഷേ ഇതൊരു ഷോയാണ്. ഇത് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ വീണ്ടും അടുത്ത അനിയത്തിമാർക്ക് വേണ്ടി അനിയന്മാർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഓരോരുത്തരും എല്ലാവരും അങ്ങനെയാണ്. തീർച്ചയായും ഇത് ഒരു വലിയ അനുഭവമായി കാണണം. നിങ്ങൾ ഈ മാമ്പഴ കുടുംബത്തിലെ അംഗങ്ങളായി എന്നുള്ളതാണ്. മോള് വലിയ മനോഹരമായി കവിതകൾ ആലോചിച്ച് എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അല്ലേ? ആ ദിവസം കരഞ്ഞു, അല്ലേ മോള്? എന്നിട്ട് അത് മാറി. അപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ എല്ലാവർക്കും ഉണ്ടാകും. ജിക്സന്റെ കാര്യം നമ്മൾ നന്നായി പറഞ്ഞു. ജിക്സനെ കുറിച്ച് പറഞ്ഞു. ജിക്സനെ നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു കുട്ടിയാണ് ജിക്സൺ. എന്നാൽ ഒരു സ്റ്റേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ച ആളാണ് ജിക്സൺ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. നിനക്കു നൽകുവാൻ എനിക്കു കൈകളിൽ വിളക്കുമൽപ്പമേ വിറയാർന്ന വാക്കും
ഇരുണ്ട പാതയിൽ നിനക്കു കൂട്ടിനായി വെളിച്ചമാത്രകൾ അടുക്കി വയ്പ്പു ഞാൻ. ഒരു കറുത്ത കാറ്റെപ്പോഴും ഊതിടാം, പതിയെ വെട്ടം മറഞ്ഞു നീ വീണിടാം. ഉടയവർക്കു നീ സ്തുതിഗീത വീണ, ഉടയവർക്കു നീ സ്തുതിഗീത വീണ. വീണുടയുവോളവും അവർക്കു നീ പ്രിയൻ. നിനക്കു നൽകുവാൻ എനിക്കു കൈകളിൽ വിളക്കും അല്പമേ വിറയാർന്ന വാക്കും. ഒരുപാട് നന്ദി സർ, ഈ വേദി ധന്യമാക്കിയതിന് അലങ്കോട് ലീലാകൃഷ്ണൻ സാറിനും മുരുകൻ കാട്ടാക്കട സാറിനും എല്ലാ മത്സരാർത്ഥികളോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒപ്പം ഈ കാവ്യവിളക്കേന്തി നിങ്ങളെല്ലാവരും അതിദൂരം യാത്ര ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ, ജൈത്രയാത്ര തുടരാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മാമ്പഴം 10 വർണ്ണപകിട്ടാർന്ന ഒരു സമാപനോത്സവത്തിൽ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം, ശുഭ.